ഉള്ളിൽ, ഖൽബിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഗൗരവം കൊണ്ടുവരണം. ലബ്ബൈക്ക് എന്ന് ചൊല്ലുമ്പോൾ പേടിക്കണം. പടച്ചവനെ, ഞാൻ നിനക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്നോടെങ്ങാനും ലാ ലബ്ബൈക വലാ സഅദൈക്, നിന്റെ ലബ്ബൈക്കിൻ്റെയും സഅദൈക്കയുടെയും ആവശ്യമില്ല, നിനക്ക് ഉത്തരമില്ല, നിനക്ക് വിജയമില്ല എന്നെങ്ങാനും എന്നോട് പറയപ്പെടുമോ എൻ്റെ തെറ്റിൻ്റെ കാഠിന്യം കൊണ്ട് എന്ന് പേടിച്ചുകൊണ്ടാണ് ലബ്ബൈക ചെല്ലേണ്ടത്. ലാഘവത്തോടുകൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ചെല്ലേണ്ടതല്ല ഈ ലബ്ബൈക്ക്. ആ ഒരു പേടിയോടുകൂടെ ചെല്ലണം. ആരായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് തങ്ങളുടെ പേരക്കുട്ടി അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അവർ ഇഹ്റാം ചെയ്തു, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു. എന്നിട്ട് വാഹനപ്പുറത്ത് കയറി തൽബിയത്ത് ചൊല്ലാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും ബഹുമാനപ്പെട്ടവരുടെ നിറം, ശരീരത്തിൻ്റെ നിറം വെളറി വെളുത്തുപോയി പേടിച്ചിട്ട്. എല്ലാവരും പേടിച്ചു, ബഹുമാനപ്പെട്ടവർ പേടിക്കുന്നത് കണ്ട്. കൂടെയുള്ളവർ ചോദിച്ചു, അങ്ങെന്താണ് തെൽബിയത്ത് ചൊല്ലാത്തത്? തെൽബിയത്ത് ചൊല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും വായിലൂടെ കിട്ടുന്നില്ല, ചുണ്ടുകൾ പേടിച്ച് വറക്കുകയാണ്, നാവ് വഴങ്ങുന്നില്ല. ഉടനെ ചോദിച്ചു, അങ്ങെന്താണ് തെൽബിയത്ത് ചൊല്ലാത്തത്? ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് മറുപടി പറഞ്ഞു, അഖ്ഷ അൻ അഖൂല ലബ്ബൈക് ഫയഖൂല ലീ ലാ ലബ്ബൈക വലാ സഅദൈക്. ഞാനെങ്ങാനും ലബ്ബൈക പറഞ്ഞാൽ എൻ്റെ റബ്ബെങ്ങാനും എന്നോട് നിനക്ക് ലബ്ബൈക, നിനക്ക് ഉത്തരമില്ല, നിനക്ക് വിജയമില്ല എന്ന് എന്നോട് പറയുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ആ ഒരു പേടിയോടുകൂടെയാണ് നമ്മൾ തെൽബിയത്ത് ചെല്ലേണ്ടത്. അതുപോലെ തന്നെ തെൽബിയത്ത്